ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രിക്കാരൻ. ഇത് നമ്മളുടെ 4ാമത്തെ സബ്ജക്റ്റ് വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മോൾ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. 2 വീഡിയോയിൽ മോൾ കോൺസെപ്റ്റ് എന്താണെന്നും 3ാമത്തെ വീഡിയോയിൽ മോൾ കോൺസെപ്റ്റിലെ പ്രോബ്ലം ചെയ്യാനുള്ള സമ്മറിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കി ലാസ്റ്റ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് പറ്റുമെങ്കിൽ കാണുക. അപ്പോൾ ഇത് നമ്മളുടെ 4ാമത്തെ വീഡിയോ. ഈ വീഡിയോ എന്ന് പറയുന്ന മോൾ കോൺസെപ്റ്റിനെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുക. എന്ന് വെച്ചാൽ മോൾ കോൺസെപ്റ്റിൻ്റെ തിയറി പാർട്ട് ഫുള്ള് ഞാൻ പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് എൻട്രൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അത് ചെയ്യാനുള്ള എളുപ്പവഴി എങ്ങനെ ചെയ്യാം അത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മോൾ കോൺസെപ്റ്റിൻ്റെ ന്യൂമറിക്കൽസ് ആണ്. അപ്പോൾ ഈ മോൾ കോൺസെപ്റ്റിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരു സമ്മറി ഉൾപ്പെടുത്തി. ആ സമ്മറി നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ സമ്മറിയിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു ടിപ്പുണ്ട്. ഇതാണ് ആ ടിപ്പ്. അതായത് മാസ് അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ വോളിയം അറ്റ് STP തന്നാൽ ഇതിലേത് തന്നാലും വി ഷുഡ് കൺവേർട്ട് ദിസ് ഇൻറ്റു മോൾസ്, ദെൻ ഇൻറ്റു മോളിക്യൂൾസ്, ദെൻ നിങ്ങളുടെ റിക്വയർമെൻറ്റ്. അവർ ചോദിക്കുന്നത് ചിലപ്പോൾ ആറ്റംസ് ആയിരിക്കാം, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ഏതെങ്കിലും ആയിരിക്കാം. അതാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്. ഇപ്പം മാസോ വോളിയോ തന്നാൽ ദാറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു മോൾസ് ഓർ മോളിക്യൂൾസ്, ആൻഡ് മോൾസ് ദെൻ മോളിക്യൂൾസ് ദെൻ റിക്വയർമെൻറ്റ്. ഇപ്പം മാസ് ആണെങ്കിൽ മാസ്, മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. വോളിയം അറ്റ് STP മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. ഇനി നിങ്ങൾക്ക് മോൾസ് ആണ് തരുന്നെങ്കിലോ മോൾസിൽ തുടങ്ങുക, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. മോളിക്യൂൾസ് ആണെങ്കിലോ റിക്വയർമെൻറ്റ്. നോക്കി, മാസ്, മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്, മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. ഇത് നിങ്ങളുടെ മോൾ കോൺസെപ്റ്റിലെ പ്രോബ്ലം ചെയ്യാനുള്ളൊരു ടിപ്പാണ്. ഇനി നമ്മൾ ഈ ടിപ്പ് വെച്ചിട്ട് നമ്മൾ മോൾ കോൺസെപ്റ്റിൽ ഞാൻ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അത് പകുതിയിലധികം നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ സെറ്റിൽ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ്, ഒന്നാമത്തെ പ്രോബ്ലം 48 ഗ്രാം കാർബൺ ആണ്. അപ്പം നോക്കിയോ, 48 ഗ്രാം കാർബണിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ 3 ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തായിരുന്നു. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്, or given number of molecules by Avogadro number, or given volume at STP divided by molar volume at STP. അങ്ങനെ 3 ഇക്വേഷൻ പഠിപ്പിച്ചു. ഈ 3 ഇക്വേഷനും ഒരാളുടെ സാക്രിഫൈസ് വഴി കിട്ടിയതാണ്. അയാളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അയാളുടെ പേരാണ് യൂണിറ്ററി മെത്തേഡ്. ആ യൂണിറ്ററി മെത്തേഡ് എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ പ്രോബ്ലം പഠിപ്പിച്ചു തന്നായിരുന്നു. അതായത് 7 കിലോ ഓറഞ്ചിന് 490 രൂപയാണെങ്കിൽ 2 കിലോ ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി 1 കിലോ ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിച്ചിട്ട് നമ്മളതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് മീൻസ് 7 കിലോ ഓറഞ്ചിന് 490 രൂപ, 1 കിലോ ഓറഞ്ചിന് 490 ഡിവൈഡഡ് ബൈ 7 രൂപ. അങ്ങനെയാണെങ്കിൽ 2 കിലോയ്ക്ക് 490 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 2 140 രൂപ. അപ്പം 140 രൂപയ്ക്ക് നമുക്ക് 2 കിലോ ഓറഞ്ച് മേടിക്കാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്ററി മെത്തേഡ്. അതിൻ്റെ ആ മെത്തേഡ് അത്രയും നമ്മൾ ചെയ്യാൻ 3 സ്റ്റെപ്പ് വേണം. അപ്പോൾ ആ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷനാക്കി മാറ്റി ഗിവൺ മാസ് ബൈ മോളാർ മാസ്, സോ ആൻഡ് സോ 3 ഇക്വേഷൻ പഠിപ്പിച്ചാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മാസ് ആയതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഈസ് 48 ഗ്രാം, മോളാർ മാസ് 12 ഗ്രാം. ഈ മോളാർ മാസ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 AMU ആണ്. കാർബണിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും ന്യൂമറിക്കൽ വാല്യൂ സെയിം ആണ്. ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 AMU. 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ കാർബൺ ആറ്റം, അതിൻ്റെ മാസ് 12 ഗ്രാം. രണ്ടിൻ്റെയും കോൺസെപ്റ്റ് നല്ല വ്യത്യാസമുണ്ട്, പക്ഷേ ന്യൂമറിക്കൽ വാല്യൂ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ 48 ഗ്രാം ഡിവൈഡഡ് ബൈ 12 ഗ്രാം വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ പ്രസൻറ്റ് ഇൻ 48 ഗ്രാം കാർബൺ ഈക്വൽ ടു 4. ഇനി ഇത് നമ്മൾ ഇക്വേഷൻ മോഡൽ ചെയ്തതാണ്. ഇനി ഈ ഇക്വേഷൻ മോഡൽ ചെയ്ത പ്രോബ്ലം ഞാൻ നമ്മളുടെ മെയിൻ ഏതാ യൂണിറ്ററി മെത്തേഡ് വഴി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങളോട് ചോദിക്കുക 48 ഗ്രാം കാർബൺ കണ്ടെയ്ൻ ഹൗ മെനി മോൾസ്, ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. പക്ഷേ നമ്മളുടെ പഴയ ആളെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് ആ മെത്തേഡും കൂടെ നമ്മൾ പറയുവാണ്. നോക്കണം, ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 48 ഗ്രാം കാർബണിൽ എത്ര മോൾസ് ഉണ്ട്. അപ്പം നിങ്ങൾ പറയണം 48 ഗ്രാം കാർബണിൽ എത്ര മോൾസ് ഉണ്ടെന്ന് അറിയില്ല സാറേ, പക്ഷേ 12 ഗ്രാം കാർബൺ ആയിരുന്നെങ്കിൽ അതിൽ 1 മോൾ ഉണ്ടായിരിക്കും. ഉറപ്പല്ലേ?
48 ഗ്രാം കാർബണിൽ എത്രയാണെന്നറിയില്ല, പക്ഷേ 12 ഗ്രാം ആയിരുന്നെങ്കിൽ അതിൽ 1 മോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറ 7 കിലോ ഓറഞ്ച് 490 രൂപ. അങ്ങനെയാണെങ്കിൽ 1 കിലോ ഓറഞ്ച് അത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കി. 12 ഗ്രാം കാർബണിന് 1 മോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് 1/12 മോൾ ആയിരിക്കും. Therefore പറ 2 കിലോ ഓറഞ്ച് ഇത് ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ 48 ഗ്രാം കാർബണിന് 1/12 ഇൻറ്റു 48 മോൾ. 12 and 48 will be cancelled. Answer will be 4 mole. ഇതാണ് നമ്മളുടെ ഒറിജിനൽ മെത്തേഡ്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് കോൾഡ് യൂണിറ്ററി മെത്തേഡ്. നമ്മൾ 3ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന മെത്തേഡാണ് യൂണിറ്ററി മെത്തേഡ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് കണ്ടുപിടിക്കുക. പക്ഷെ ഇത്രയും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, ഈ രീതിയിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരു പ്രോബ്ലം കൂടെ ചുമ്മാ കാണിച്ചു തരാം. ഇപ്പോൾ പറയുവാണ് 5.6 ലിറ്റർ ഓഫ് ക്ലോറിൻ അറ്റ് STP എത്രയാണ് ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, 5.6 ലിറ്റർ അറ്റ് STP എത്രയാണെന്ന് അറിയില്ല സാറേ. 22.4 ലിറ്റർ ആയിരുന്നെങ്കിൽ 1 മോൾ. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ ആണെങ്കിൽ 1/22.4 മോൾ. Therefore 5.6 ലിറ്റർ 1/22.4 into 5.6 mole, and this will be cancelled 4. 1/4 equal to 0.25 മോൾ. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യാം. ഇത് നിങ്ങളുടെ ഏത് മെത്തേഡ്? യൂണിറ്ററി മെത്തേഡ്. പക്ഷേ ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്താണ് ഈ 5.6? ഞാൻ തന്നിരിക്കുന്ന വോളിയം 22.4 മോളാർ വോളിയം. അപ്പോൾ ഇക്വേഷൻ പറ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം അറ്റ് STP, which is equal to മോളാർ വോളിയം അറ്റ് STP, which is equal to 5.6 divided by 22.4 equal to 1/4 equal to 0.25 മോൾസ്. ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഇത് എളുപ്പമാണ്, പക്ഷേ ഇതാണ് തിയറി. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ബാക്കി പ്രോബ്ലം കൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തേൽ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് 48 ഗ്രാം കാർബൺ നമ്മൾ ചെയ്തു. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് 10.6 ഗ്രാം സോഡിയം കാർബണേറ്റിലെ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ മോഡൽ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ് ആയതുകൊണ്ട് ഗിവൺ മാസ് ബൈ മോളാർ മാസ്, വിച്ച് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഈസ് 10.6 ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. കണ്ടുപിടിക്കാൻ എല്ലാത്തിൻ്റെ അറ്റോമിക് മാസുകൾ കൂട്ടി നോക്കിയാൽ മതി. നോക്കിയേ, ഒരു സോഡിയത്തിൻ്റെ മാസ് 23 ഗ്രാം. എന്ത് മാസ്? 23 ഗ്രാമാണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23U, മോളാർ മാസ് 23 ഗ്രാം. പറ 23 ഗ്രാം പ്ലസ് 23 ഗ്രാം 46 ഗ്രാം. കാർബണിൻ്റെ 12 ഗ്രാം, ഓക്സിജൻ്റെ 16 ഗ്രാം ഇൻറ്റു 3. നിങ്ങളിങ്ങനെ ഓർത്തോ, കാർബണേറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും 60 ഗ്രാം ആണ്. അതങ്ങ് ഓർത്ത് വെച്ചാൽ എളുപ്പമുണ്ടാവും അല്ലേ? നോക്കി 12, ഇവിടെ എത്രയാണ്? 48. 48ഉം 12ഉം 60. അങ്ങനെ ഓർത്ത് വെച്ചാൽ എളുപ്പമുണ്ടാകും കേട്ടോ. അപ്പോൾ കാർബണേറ്റ് 60 ഗ്രാം, സോഡിയത്തിൻ്റെ രണ്ടും കൂടെ കൂട്ടി 46 ഗ്രാം, മൊത്തം 106 ഗ്രാം. അപ്പോൾ നമ്മളിവിടെ 106 ഗ്രാം എന്ന് എഴുതി. നോക്കിയോ, ഇത് എത്രയാണ്? 106 ക്യാൻസൽ ആകുമ്പം മേളിൽ 0.1 മോൾ. സോ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 10.6 ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റ് ഈക്വൽ ടു 0.1. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് അല്ലേ? സെയിം മെത്തേഡാണ്, സെയിം പ്രോബ്ലം ആണ്. ദ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആൻഡ് ദിസ് ഇസ് ഓൾസോ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇനി നമ്മളുടെ തേർഡ് പ്രോബ്ലം 10 ഗ്രാം കാൽഷ്യം കാർബണേറ്റ്. ഒന്നുകൂടി തറവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മാസിനെ കുറിച്ച് പഠിച്ചു എന്ന് എനിക്കറിയാം, എങ്കിലും ഒന്നുകൂടി തറവാൻ വേണ്ടി നോക്കിയോ. 10 ഗ്രാം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്, which is equal to given mass is 10 gram by മോളാർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് കണ്ടുപിടിക്കണം. ഇപ്പം ഞാനൊരു എളുപ്പവഴി പറഞ്ഞായിരുന്നു. കാർബണേറ്റിൻ്റെ മാസ് 60, കാൽഷ്യം 40, അപ്പോൾ മൊത്തം 100. സോ 100 gram. So this is again 0.1 mole. So number of moles present in 10 gram calcium carbonate equal to 0.1 mole. അപ്പോൾ ഇത് ആദ്യത്തെ 4 മോൾ കിട്ടി, 0.1 മോള്, 0.1 മോള്. ഇനി നമ്മൾ വോളിയം കേസിലേക്ക് പോവാണ്. 11.2 ലിറ്റർ ഓഫ് ക്ലോറിൻ അറ്റ് STP, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്മൾ യൂണിറ്ററി മെത്തേഡ് ആലോചിച്ച് നോക്കി. 11.2 ലിറ്റർ എത്രയാണെന്ന് അറിയില്ല സാറേ, പക്ഷേ 22.4 ലിറ്റർ ആണെങ്കിൽ 1 മോള്. അപ്പോൾ 11 ലിറ്റർ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് എളുപ്പമാണ്, അങ്ങനെ 1/1 ആയിട്ട് ചെയ്യേണ്ട. 22.4ൻ്റെ പകുതിയാണല്ലോ 11.2, ഹാഫ് മോള്. ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു പറഞ്ഞോ, ഗിവൺ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് STP ബൈ മോളാർ വോളിയം ഓഫ് ഗ്യാസ്, വിച്ച് ഈസ് ഈക്വൽ ടു 11.2 ലിറ്റർ by 22.4 liter. Liter cancel. This is 1/2 and this is 0.5 mole. കണ്ടോ, എളുപ്പമായില്ലേ? അതായത് യൂണിറ്ററി മെത്തേഡ് നിങ്ങൾ മറക്കരുത്. പക്ഷേ എൻട്രൻസിന് യൂണിറ്ററി മെത്തേഡ് വഴി ചെയ്താൽ സമയം പോവും. നിങ്ങൾ ഇക്വേഷൻ മോഡൽ ചെയ്താൽ മതി. 0.5 മോൾ. ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു വോളിയം കോൺസെപ്റ്റും കൂടെ ചെയ്തേക്കാം. 5.6 ലിറ്റർ
ഓഫ് H2 at STP. കുറച്ചും ഞാൻ ചെയ്തോളൂ, ഞാൻ ചെയ്ത ക്ലോറിനായിരുന്നു, ഇത് ഹൈഡ്രജൻ ആണെന്നുള്ളൂ. പറഞ്ഞോ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം അറ്റ് STP ബൈ മോളാർ വോളിയം അറ്റ് STP ഈക്വൽ ടു 5.6 liter by 22.4 liter. This will be cancelled and this is 4. So 1 by 4 equal to 0.25 moles. So number of moles equal to 0.25. Then again, sixth problem. ആദ്യത്തെ ആ 3 പ്രോബ്ലം മാസിനെ ബേസ് ചെയ്തായിരുന്നു. പിന്നെയുള്ള 2 പ്രോബ്ലം വോളിയമാണ്. ഇനി ഞാനൊരു ഇക്വേഷൻ കൂടെ പഠിപ്പിച്ചായിരുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവഗാഡ്രോ നമ്പർ. പറഞ്ഞേ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻ: ഗിവൺ മാസ് ബൈ മോളാർ മാസ്, given volume by volume molar volume, given number of molecules by Avogadro number, which is equal to given number 3 into 10 raised to 23 by Avogadro number 6.022 ആണ്. നിങ്ങൾ എൻട്രൻസിനൊക്കെ ചെയ്യുമ്പോൾ 6 എന്ന് എടുത്താൽ മതി. 6 into 10 raised to 23. This will be cancelled and this is cancelled. So answer 0.5 moles. ഇനി നിങ്ങൾ ഇത് വേണമെങ്കിൽ, ഇതിപ്പോൾ നമ്മളുടെ ഇക്വേഷൻ മെത്തേഡ് 0.5 മോൾ. ഇനി നിങ്ങളിത് നമ്മളുടെ യൂണിറ്ററി മെത്തേഡ് ആലോചിച്ച് ചോദിക്കുക. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പം എൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഞാൻ അയാളോട് ചോദിക്കുക, എടോ 3 into 10 raised to 23 മോളിക്യൂൾ എന്ന് പറയുമ്പം എത്ര മോളാണ്? അപ്പോൾ അയാൾ പറയും 3 into 10 raised to 23 എത്ര മോളാണെന്ന് അറിയത്തില്ല സാറേ, പക്ഷേ 6 into 10 raised to 23 ആണെങ്കിൽ 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ 6 into 10 raised to 23 മോളിക്യൂൾ എന്ന് പറയുന്നത് 1 മോളാണെങ്കിൽ 1 മോളിക്യൂൾ എന്ന് പറയുന്നത് 1/6 into 10 raised to 23 മോളാണ്. അങ്ങനെയാണെങ്കിൽ 3 into 10 raised to 23 മോളിക്യൂൾ എന്ന് പറയുമ്പം അതേ ഇൻറ്റു 3 ആണ്. 3 into 10 raised to 23 ആണ്. അപ്പം നിങ്ങൾക്ക് 3 into 10 raised to 23 ഡിവൈഡഡ് ബൈ 6 into 10 raised to 23 ആൻസർ 0.5 മോൾ തന്നെ കിട്ടും. അതായത് യൂണിറ്ററി മെത്തേഡ് ചെയ്താലും ഇക്വേഷൻ മെത്തേഡ് ചെയ്താലും സെയിം തന്നെ. യൂണിറ്ററി മെത്തേഡാണ് ഒറിജിനൽ തിയറി, പക്ഷേ ഇക്വേഷൻ മെത്തേഡാണ് എളുപ്പം. അപ്പം നിങ്ങൾക്ക് ഈ 6 പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളുടെ ഒന്നാമത്തെ സെറ്റാണ്, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ്. ശരി, നമ്മൾ രണ്ടാമത്തെ സെറ്റിലേക്ക് പോവാം. രണ്ടാമത്തെ സെറ്റിൽ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ആണ്. നമ്പർ ഓഫ് മോൾസ് അല്ല, ആറ്റംസ്. നിങ്ങളൊന്ന് സ്ട്രാറ്റജി ആലോചിച്ച്, മാസ് അല്ലെങ്കിൽ വോളിയം തന്നാൽ ആദ്യം മോള്, പിന്നെ മോളിക്യൂൾസ്, പിന്നെയാണ് റിക്വയർമെൻറ്റ്. അപ്പം ഈ ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെൻ്റ് ആണ്. അപ്പം ആദ്യം തന്നിരിക്കുന്ന മാസ് ആണോ വോളിയം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് പ്രോബ്ലം നോക്കിയോ, 4.4 gram. സോ ദിസ് ഇസ് മാസ്. നിങ്ങൾ ആദ്യം ഇതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്പർ ഓഫ് മോൾസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പം ചോദിക്കട്ടെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പം ഞാൻ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു എന്ന് എഴുതി. പറ ആദ്യം നമ്പർ ഓഫ് പറഞ്ഞ് നമ്മുടെ സ്ട്രാറ്റജി പറ. മാസ് തന്നാൽ മോൾസിലേക്ക് മാറ്റുക. സോ 4.4 ബൈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് 44. അപ്പോൾ ഇത്രയും ഭാഗം എന്തായി? നമ്പർ ഓഫ് മോൾസ്. മോൾസ് കഴിഞ്ഞാൽ പിന്നെ അതെന്തിലേക്ക് മാറ്റണം? മോളിക്യൂൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഞാൻ ഫുൾ എഴുതുന്നില്ല, എന്നെ ഇത്രയായി. അപ്പം ഞാൻ ആദ്യം ചെയ്തത് മാസ് കിട്ടി, അതിനെ നമ്മൾ ആദ്യം മോൾസിലേക്ക് മാറ്റി, മോളിക്യൂൾസിലേക്ക് മാറ്റി. ഇനിയാണ് റിക്വയർമെൻറ്റ്. ഒന്നുകൂടെ പറയുവാണേ, നിങ്ങളുടെ മാസാണ് കിട്ടുന്നതെങ്കിൽ ആദ്യം മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ആണ്, അത് നിങ്ങളുടെ റിക്വയർമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം മോളിലേക്ക് മാറ്റുക, മോളിക്യൂൾസിലേക്ക് മാറ്റി, ഇനിയാണ് ആറ്റം. അതിനാദ്യം നിങ്ങൾ ഈ CO2ൻ്റെ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട്? 3 എണ്ണം. അപ്പോൾ ഇത്രയും മോളിക്യൂളിൽ ഇൻറ്റു 3 which is equal to, ഇത് ക്യാൻസൽ ആകുമ്പോൾ 0.1 into 3, 0.3 into NA. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. എന്താ? 0.3 into 6.022 into 10 raised to 23 വാട്ടവർ ആണ് നിങ്ങളുടെ ഇഷ്ടം പോലെ. സോ 0.3 into NA. ഇത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇത് ഞാൻ ഒറ്റ മെത്തേഡിൽ ചെയ്താൽ, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താൽ. ഇനി ഞാൻ ഈ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കണം, 4.4 gram കാർബൺ ഡൈ ഓക്സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദ്യം. നിങ്ങൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. പറ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഈക്വൽ ടു 4.4 by 44 which is equal to 0.1. ഇനി മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? മോളിക്യൂൾസ്. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് എഴുതാം. പറ, മോൾസ് 1 മോളാണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ 0.1 മോളാണെങ്കിലോ 0.1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ഇപ്പം നമ്പർ ഓഫ് മോൾസ് ആയി, മോളിക്യൂൾസ് ആയി. ഇനിയാണ് റിക്വയർമെൻറ്റ്. നോക്ക്, കാർബൺ ഡൈ ഓക്സൈഡിൽ മൊത്തം 3 ആറ്റം. ദെർഫോർ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു 0.1 ഇൻറ്റു NA. ഇത്രയും മോളിക്യൂൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു മോളിക്യൂളിൽ 3 ആറ്റം. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂളിൽ ഇൻറ്റു 3. ആൻസർ 0.3 ഇൻറ്റു NA. ഇത് ആൻസറായി. അപ്പോൾ ഇതാണ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന രീതി. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സൗകര്യമല്ല ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രാറ്റജി ഓർത്തേ, മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്.
മോൾസ് മോളിക്യൂൾസ് റിക്വയർമെൻറ്റ്. ഒറ്റയടിക്ക് ആൻസറായി. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം. അതിന് രണ്ടാമത്തെ നോക്കിയോ, 52U. ഇത് കുറച്ചുകൂടെ സൗകര്യമായി, കാരണം ഇത് AMUലാണ് തന്നിരിക്കുന്നത്. അവഗാഡ്രോ നമ്പറിൻ്റെ ആവശ്യം പോലും ഇല്ല. 52U ഹീലിയം. അപ്പം നിങ്ങൾ ചെയ്യാം. നമ്പർ ഓഫ് ആറ്റംസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് അല്ലേ. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു, ആദ്യം പറ നമ്പർ ഓഫ് മോൾസ്. എങ്ങനെയാ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. പക്ഷേ ഇവിടെ ഗിവൺ മാസ് മോളാർ മാസ് എന്ന് പറയാനുള്ള വകുപ്പില്ല, കാരണം ഇത് യുവിലാണ്. അതുകൊണ്ട് ഞാൻ ഈക്വേഷൻ, ഇത് ഗിവൺ മാസ് ആണ്, ഇതിനെ ഞാൻ മോളാർ മാസ് എന്ന് പറയുന്നതിന് പകരം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മതി, കാരണം ഇത് യുവിലാണ് തന്നേക്കുന്നത്. അപ്പം ഞാനിത് അറ്റോമിക് മാസ് എന്നാക്കി മാറ്റി. വിച്ച് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് 52U, അറ്റോമിക് മാസ് 4U. ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4, യു ക്യാൻസൽ, ആൻസർ 13. അതായത് 13 ആറ്റംസ് ഉണ്ട്. മൊത്തം 13 ആറ്റംസ്. ഇനി നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 52U എത്ര ഹീലിയമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 52U എത്ര ഹീലിയമാണെന്ന് അറിയില്ല സാറേ, പക്ഷേ 4U എന്ന് പറയുന്ന ഒരു ഹീലിയമാണ്. 4U ഒരു ഹീലിയമാണെങ്കിൽ 52U എന്ന് പറയുന്ന 13 ഹീലിയം. നിങ്ങൾ ജസ്റ്റ് ഇത് ചെയ്താൽ മതി. ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് മോളാർ മാസ് അല്ല എന്ന് എനിക്കറിയാം, യുവിൽ കൊടുക്കുന്ന അറ്റോമിക് മാസ് ആണ്. സോ ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് 13. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോബ്ലം. 11200 ml ക്ലോറിൻ അറ്റ് STP. ഇതിൽ എത്ര ആറ്റം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പം നമ്മളെ സ്ട്രാറ്റജി തെറ്റിക്കാണ്ട് ആലോചിച്ച് പറയണം. നമ്പർ ഓഫ് ആറ്റംസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സ്ട്രാറ്റജി പറ. മാസ്, മോൾ, മോളിക്യൂൾ, റിക്വയർമെൻറ്റ്. ഇവിടെ പക്ഷെ മാസ് അല്ല. അടുത്ത റിക്വയർമെൻറ്റ്, അടുത്ത സ്ട്രാറ്റജി പറ. വോളിയം, മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റുവാണ്. എങ്ങനെയാണ്? ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. മോളാർ വോളിയം 22.4 ലിറ്റർ ആണ്, പക്ഷെ നമ്മൾ ലിറ്ററിൽ എടുക്കരുത്, കാരണം ഇത് ML ആണ്. സോ 22400. ഇത് ഗിവൺ വോളിയം, മോളാർ വോളിയം. ഇത് നമ്പർ ഓഫ് മോൾസ് ആയി. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇപ്പം ഇതെന്തായി? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ക്ലോറിനിൽ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. അപ്പോൾ ഇത്രയും മോളിക്യൂളിൽ ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കട്ടായിപ്പോയി 2, ഇത് രണ്ടും കട്ടായിപ്പോയി. ആൻസർ അവഗാഡ്രോ നമ്പർ. ഒന്നുകൂടെ, 11200 ഡിവൈഡഡ് ബൈ 22400 മോൾസ് ഇൻറ്റു NA മോളിക്യൂൾസ് ഇൻറ്റു 2 ആറ്റം. സപ്പോസ് ദിസ് ഇസ് O3 ആണെന്ന് വിചാരിച്ചു, O3. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻറ്റു 3 അല്ലേ. ഇവിടെ ഇപ്പം S8 വേപ്പർ, S6 വേപ്പർ ആണെന്ന് വിചാരിച്ചോ, സൾഫർ S6 വേപ്പർ. ഇവിടെ ഇൻറ്റു 6, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അടുത്ത് 1.2 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഓഫ് H2. പറ സ്ട്രാറ്റജി പറ. ചോദ്യം എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനാണ്. സ്ട്രാറ്റജി പറ. മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഓൾറെഡി എന്തുണ്ട്? മോളിക്യൂൾസാണ്. അപ്പം മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റാണ്. നിങ്ങളിതിനെ മോളിലേക്ക് മാറ്റണ്ട. ഓൾറെഡി നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള മോളിക്യൂൾസിലാണ് അത് കിടക്കുന്നത്. അപ്പം നേരെ എന്ത് ചെയ്താൽ മതി? 1.2 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഇൻറ്റു ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ആറ്റം ഇൻറ്റു 2. അപ്പോൾ ആൻസർ എന്ത് വരും? 2.4 ഇൻറ്റു 10⁻23 ആറ്റംസ്. മനസ്സിലായോ? അതായത് ഇത്രയും മോളിക്യൂൾസ് ഓൾറെഡി അവർ തന്നുല്ലോ, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇൻറ്റു 2 ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ S8 ആണെങ്കിൽ ഇൻറ്റു 8 ചെയ്യുക. ഇവിടെ ഇപ്പോൾ P4 ആണെങ്കിൽ ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ അത് റെഡിയായി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നീറ്റിന്. ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് H2SO4. പറ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് H2SO4. പറഞ്ഞു എത്രയാ? 2 ഹൈഡ്രജൻ അല്ലേ, 2 ഹൈഡ്രജൻ, 1 സൾഫർ, 4 ഓക്സിജൻ, മൊത്തം 7 ആറ്റം. 7 ആറ്റം ആണോ? 7 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണോ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 7 ഓൺലി. കാരണം അവർ ചോദിച്ചിരിക്കുന്നത് ഒരു മോളിക്യൂളാണ്. ഞാൻ ഈ 2 വിരലിനിടയ്ക്കിരിക്കുന്ന ഈ H2SO4 എത്ര ആറ്റം ഉണ്ടെന്ന് അതിപ്പോൾ ചെയ്യാനുണ്ടോ? ഒരു 2 ഹൈഡ്രജൻ, 1 സൾഫർ, 4 ഓക്സിജൻ, മൊത്തം 7. ഇനി ചോദ്യം ഇങ്ങനെയായിരുന്നെങ്കിലോ, മോളിക്യൂളിന് പകരം മോൾ എന്നായിരുന്നെങ്കിലോ, ഒരു മോൾ ഓഫ് സൾഫ്യൂരിക് ആസിഡിലെ ആറ്റങ്ങളുടെ എണ്ണം പറ. അപ്പം എന്ത് വരും? 7 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അതായത് ഒന്നുകൂടെ ഓർത്തോണം, ഒരു മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ 7 ആറ്റം, ഒരു മോൾ ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ 7 ഇൻറ്റു NA ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം. കാരണം ഒരു മോൾ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആണ്. ഇത് മറക്കരുത്, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ. നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവും അല്ലേ. 7 ഇൻറ്റു NA എന്ന ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതും, അത് എഴുതരുത്, അത് റോങ് ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇസ് 7. ഒന്നുകൂടെ ചെയ്യാം. നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് H2O 3. 1 മോൾ ഓഫ് H2O 3 ഇൻറ്റു NA. Number of atoms present in
1 mole of H2SO5, 1 mole of H2SO5, 5 1 6 7, 5 1 6 2 8, 8 into N, 1 molecule 8. മനസ്സിലായോ? ഒരു മോളിക്യൂളിൽ 8 ആറ്റം, ഒരു മോളിൽ 8 ഇൻറ്റു എൻ ആറ്റം. അപ്പോൾ ഒരു മോളിൽ 8 ഇൻറ്റു എൻ ആണ്. അപ്പോൾ 2 മോളിലോ 8 ഇൻറ്റു എൻ ഇൻറ്റു 2, ഹാഫ് മോളിലോ 8 ഇൻറ്റു എൻ ബൈ 2. മനസ്സിലായോ? അപ്പോൾ അത് ഇത്ര എളുപ്പമാണ് മോൾ കോൺസെപ്റ്റ്. അപ്പം മോൾ കോൺസെപ്റ്റിലെ രണ്ടാമത്തെ സെറ്റ് പ്രോബ്ലംസ് ആയി. ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ. ഒന്നാമത്തെ സെറ്റ് 2.4. ഇത് നിങ്ങളുടെ നമ്പർ ഓഫ് ആറ്റംസ് ചെയ്യുന്നില്ല. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ നേരെ പറഞ്ഞു വിടുന്നു, നിങ്ങൾ എൻ്റെ കൂടെ പറയാം. സോ നമ്പർ ഓഫ് ചോദ്യം ഇലക്ട്രോൺസ് ഈക്വൽ ടു, ഇലക്ട്രോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിക്വയർമെൻ്റ് ആണ്. ആദ്യം എന്താക്കണം? മാസ് ആണോ വോളിയം ആണോ എന്ന് ചെക്ക് ചെയ്യണം. മാസ് ആണ്. സ്ട്രാറ്റജി പറ. മോൾസ്, മോളിക്യൂൾസ്, റിക്വയർമെൻറ്റ്. 2.4 ഗിവൺ മാസ് ബൈ നൈട്രജൻ എന്ന് പറയുന്ന ഒരു ഒറ്റ നൈട്രജൻ മാത്രം ആറ്റമാണ് അല്ലേ, അറ്റോമിക് ഫോമിൽ കിടക്കുന്നത്. അപ്പോൾ 14 ഇൻറ്റു ഇത്ര നമ്പർ ഓഫ് മോൾസ് ആയി, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോൺ ആണ്. നൈട്രജൻ എന്ന് പറയുന്ന ആറ്റത്തിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. കൂടാതെ ഒരു 3 ഇലക്ട്രോണും കൂടെ അയാൾക്ക് കിട്ടി. 3- വെച്ചാൽ മീനിങ് എന്നാ, 3 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ 7 3 10. സോ ഇൻറ്റു 10 is equal to, ഇത് രണ്ടും കട്ടാകുമ്പം ഇത് 0.2 വരും. 0.2 into 10, 2 into Na. സോറി ഇത് 14 ആണേ. 14 ആകുമ്പോൾ പറ്റില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഇത് എളുപ്പത്തിന് വേണ്ടി 2.8 ഗ്രാം ആക്കി. 2.8. അപ്പോൾ ഇത് 2.8. ഓക്കെ, 2.8 ഡിവൈഡഡ് ബൈ 14 എന്ന് പറയുമ്പോൾ 0.2, ദാറ്റ് ഈസ് 2 into Na. ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാസാണ്. മാസിനെ നമ്മൾ മോൾസിലേക്ക് മാറ്റി, മോളിക്യൂൾസിലേക്ക് മാറ്റി. പിന്നെ റിക്വയർമെൻറ്റ് പറഞ്ഞേ, ഒരു N3- 10 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും N3- ഇത് ഇൻറ്റു 10. അടുത്തത് നോക്കിയോ, 8 ഗ്രാം മീഥെയിൻ. മാസ് അല്ലേ തന്നിരിക്കുന്നത്. റിക്വയർമെൻറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് മീഥെയിൻ 12 4 16. ഇത്രയും ചെയ്തപ്പോൾ നമ്പർ ഓഫ് മോൾസ് ആയി. ഇൻറ്റു Na ചെയ്തപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ഇനി ഒരു മോളിക്യൂൾ മീഥെയിൻ എടുത്തിട്ട് പറ. കാർബണിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജനിൽ ഓരോ ഇലക്ട്രോൺ വീതം 4 എണ്ണം ഉണ്ട്. 6 4 10 ഇൻറ്റു 10. ഇത് രണ്ടും കെട്ടായി 2 വരും. ഇത് രണ്ടും കെട്ടായി 5 വരും. ആൻസർ 5 ഇൻറ്റു Na. ആൻഡ് ദി ലാസ്റ്റ് പ്രോബ്ലം ഈസ് നോക്കിയോണേ 3.2. ഇതും ഗ്രാം തന്നെയാണ് എളുപ്പത്തിന്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് റിക്വയർമെൻറ്റ് പറഞ്ഞു. ഗിവൺ മാസ് 3.2 ബൈ ഇത് സൾഫർ മാത്രമുള്ളപ്പോൾ 32. അപ്പം നമ്പർ ഓഫ് മോൾസായി ഇൻറ്റു Na, നമ്പർ ഓഫ് മോളിക്യൂൾസായി ഇൻറ്റു ഒരു സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ 16 ആണ് അല്ലേ. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സൾഫർ 16 ആണ്. അതുകൂടാതെ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടി. അപ്പം 16 + 2 എത്രയാ? 18. പറ. ഇത് ഒരു S2- അയോണിലുള്ള അവസ്ഥയാണ്. ഒരു S2- 18 ഇലക്ട്രോൺ. അപ്പോൾ ഇത്രയത്തിലോ ഇൻറ്റു 18. രണ്ടും കട്ടായിപ്പോയി 0.1, ദറ്റ് ഈസ് 1.8 ഇൻറ്റു Na. ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നോക്കിക്കോണേ, നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്താലും അതിലെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഇത് മാത്രമാണ്. ആൻഡ് ദിസ് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. ഒന്നുകൂടി പറയുവാണ്. മാസോ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് STPO തന്നാൽ മോൾസിലേക്ക് മാറ്റുക, മോളിക്യൂൾസിലേക്ക് മാറ്റുക, റിക്വയർമെൻറ്റ്. I hope you all understand about the mole concept, and this is the climax of mole concept. ഇതാണ് ആക്ച്വലി ക്ലൈമാക്സ്. അപ്പോൾ നമ്മൾ മോൾ കോൺസെപ്റ്റ് തീർത്തു. ഇനി വരാൻ പോകുന്ന എല്ലാ വീഡിയോസിലും ചിലപ്പോൾ മോൾ കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.